അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൻ നാസ് എപ്പോഴും നിത്യവും നമ്മൾ പാരായണം ചെയ്യുന്നതും അല്ലെങ്കിൽ നിസ്കാരത്തിലൊക്കെ കൃത്യമായിട്ട് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന സൂറത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൻ നാസ്. മുഅവ്വിദത്തൈനി എന്നറിയപ്പെടുന്ന ഈ സൂറത്ത് അല്ലേ, എല്ലാ നിലക്കും നമുക്ക് കാവൽ ലഭിക്കുന്ന ഒരു രക്ഷാ കവചം കൂടിയായ ഒരു സൂറത്താണ് സൂറത്തുൻ നാസ്. അത് നമുക്കൊന്ന് പാരായണം ചെയ്യാം. പലപ്പോഴും ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മളിലൊക്കെ അത് അറിയാതെ ചില പിഴവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉള്ളത് സാധാരണക്കാരായ ഓതാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ അത് ഓതേണ്ട രൂപങ്ങളൊന്നും മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ക്ലാസ്സാണ്. ഖത്മുൽ ഖുർആന്റെ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനിടയിൽ ചെറിയൊരു സൂറത്ത്, സൂറത്തുൻ നാസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس. ഇവിടെ ആദ്യത്തെ ആയത്തിൽ قل أعوذ برب الناس. ഇത് ചിലപ്പോൾ അറിയാതെ സ്പീഡിലൊക്കെ ഓതാൻ സാധ്യത ആ സമയത്ത് ഖുൽ അഊദു എന്നാകാനൊക്കെ സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖുൽ അഊദു എന്ന് പറയുമ്പോൾ അവിടെ ലാമിന് ഫത്ഹായിട്ട് ശ്രദ്ധയോടുകൂടെ പിന്നെ ഹംസ ഒഴിവാക്കിയിട്ട് അങ്ങനെ കൂട്ടി വായിക്കുന്നു. അപ്പം അത് ഒരുപാട് വലിയ പിഴവുകളാണ് സംഭവിക്കുന്നത്. അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഖുൽ എന്ന് പറഞ്ഞതിന് ശേഷം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ഒന്ന് ഹംസയാണ്, മറ്റൊന്ന് ഐനാണ്. ഖുൽ ഖൂന്നല്ല ഖുൽ അഊദു ബിറബ്ബിൻ ഖുൽ അഊദു നാവിന്റെ തലഭാഗം മേലെ പല്ലിന്റെ ആ താഴെ ഭാഗത്ത് തട്ടുന്ന രൂപത്തിൽ നാവിന്റെ തലഭാഗം ഒരു അല്പം നേരിയ നിലക്ക് പുറത്തേക്ക് തള്ളിയ രൂപത്തിൽ വരുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞു നോക്കി. അവിടെ വഖഫ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് ശബ്ദമുള്ള നൂനുണ്ട്. ആ നൂൻ എന്ത് ചെയ്യണം? മണിക്കണം. അവസാനം വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിൽ വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് അറിയാം. അവസാനം വഖഫ് ചെയ്യുമ്പോൾ സീനിന് അവിടെ എന്ത് ചെയ്യണം? കസ്ർ കൊടുക്കണം. എങ്ങനെയാണ് ഓരോ സ്ഥലത്തും നിർത്തുമ്പോൾ എങ്ങനെയാണ് നിർത്തേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഒരു സൂറത്ത് എടുത്തുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കുകയെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് അത് ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കും. കാരണം നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നിസ്കാരത്തിലൊക്കെ അത് ഓതുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരത്തിൽ നിന്നല്ല മറ്റുള്ള ഏത് സമയത്ത് ഓതുമ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സീനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് അവസാനത്തെ അക്ഷരത്തിന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് അല്പം ദീർഘിച്ചിട്ടാണ് നീട്ടേണ്ടത്. അവിടെ ഒരു പുതിയ മദ് ഉണ്ടാവുകയാണ്. നാസ് എന്ന് പറഞ്ഞ പോരാ, ബി റബ്ബിൻ നാസ് ഒന്ന് അല്പം നീട്ടാനുള്ള കാരണം നിർത്തുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സൂറത്തുൽ മസ്ദ് കൂടി നമ്മൾ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് വരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ സീനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് അലിഫാണ്. നീട്ടാനുള്ള അലിഫായതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ബാക്കിയുള്ള ആയത്തിന്റെ അവസാനത്തേക്ക് ഇത് വരും.
അപ്പൊ അത് ഒന്നുകൂടെ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ബിറബ്ബിന്നാസ്. അപ്പൊ അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. മാലിക്കിന്നാസ്, മാലിക്കിന്നാസ് ഞാൻ പറയണ്ടല്ലോ. അവസാനം കൂട്ടി വയ്ക്കുമ്പോ മാലിക്കിൻ ശബ്ദുള്ള നൂന് മണിക്കണം. മണിച്ച് എന്ത് ചെയ്യണം? അവിടെ കട്ടി കൊടുക്കുക. മണിച്ചതിന് ശേഷം കട്ടി കൊടുക്കുക. മാലിക്കിൻ എന്ന് പറയാം. മാലിക്കിന്നാസ്. ഇവിടെയും ഒരു പിഴവ് വരാൻ സാധ്യതയുള്ളത്, മിക്ക ആളുകളും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇൻഷാ അല്ലാഹ് കാഫിന് കട്ടി കൊടുത്തിട്ടാണ് പറയാറുള്ളത്. മലിക്കിന്നാസ്. നമ്മൾ മാത്രമല്ല, കുട്ടികളോടൊക്കെ ഒന്ന് ഓദിപ്പിച്ചാലും ആ രൂപത്തിൽ വരുന്നുണ്ട്. അത് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നതാണ് സംഗതിയാണ്. അപ്പോൾ ആ ഓട്ടോമാറ്റിക് നമ്മൾ മാറ്റണം, നമ്മൾ മാനുവലാക്കി മാറ്റണം. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ മക്കളൊക്കെ പഠിപ്പിക്കുമ്പോൾ അത് പ്രത്യേകം എന്ത് ചെയ്യുക. നമ്മളെത്ര ഉസ്താദ്മാരൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെയും വന്നിട്ട് അത് എന്ത് ചെയ്യും? അത് ഒരു കാരണം കുട്ടികൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടും, മറ്റൊന്ന് വീട്ടിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്കങ്ങനെ ശീലമായത് കൊണ്ട് തന്നെ നമ്മളത് പഠിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് വരും. നമ്മൾ എന്ത് ചെയ്യും, അത് കാണാൻ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നോക്കി ചിലപ്പോൾ നല്ല ഇഖ്ലാസോടുകൂടെ മക്കൾക്ക് പഠിക്കണം എന്ന ആത്മാർത്ഥതയോടുകൂടെ പഠിപ്പിക്കുകയാണ്. പക്ഷെ പറഞ്ഞ കാര്യമില്ല, നമ്മളിലുള്ള പിഴവ് അത് അറിയാതെ അവരിലേക്കും പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാലിക്കിൻ, മാലിക്കി, മാലിക്കി, മാലിക്കിൻ, മാലിക്കിൻ. അവിടെ നൂനിനാണ് ശബ്ദ കൊടുക്കേണ്ടത്, മണിക്കലും വേണ്ടത്. മാലിക്കി എന്ന് പറയണ്ട. മാലിക്കിന്നാസ്, ഇലാഹിന്നാസ്, ഇലാഹിന്നാസ്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർറിൽ, മിൻ അടി ഇഖ്ഫാ ല ശർറിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. നമുക്കൊക്കെ കാണാതെ അറിയുന്ന സൂറത്താണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആക്കാനുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഞാനത് പിന്നെ കൂടുതൽ ആളുകൾ നിന്ന് പറഞ്ഞത് എന്തിനാ വെച്ചാൽ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടി. അവിടെ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ ആരും എന്ത് ചെയ്യണ്ട, പിന്നെ അത് നമുക്ക് അറിയുന്ന സൂറത്തല്ലേ എന്ന് കരുതിയിട്ട് അത് എന്ത് ചെയ്യണ്ട, ഒഴിവാക്കി പോകണ്ട. അതെനിക്ക് പറഞ്ഞതാ. الذي يوسوس في صدور الناس. الذي يوسوس في صدور الناس. يوسوس في صدور الناس من الجنة والناس. ഇതൊക്കെ ഓരോ സൂറത്തിന്റെ ഒരായത്തിന്റെ അവസാനം ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, ഫീ സുദൂരിന്നാസ്, മിനൽ ജിന്നതി വന്നാസ്. അതിൻ്റെ അടിയിൽ വിട്ടിട്ടുണ്ട് അല്ലദീ യുവസ്വിസു. ഞാൻ ഇങ്ങനെ അതിൻ്റെ അവസാനം പറഞ്ഞത് മാത്രം. മിനൽ ജിന്നതി വന്നാസ്. ജിന്നതി അവിടെ ശബ്ദമുണ്ട്, ശബ്ദമുള്ള നൂനാണ്. ശബ്ദമുള്ള നൂനും മീമും എപ്പോഴും മണിക്കണം. വന്നാസ് ഇതിങ്ങനെ ചേർത്തി ഓതാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസ്. അപ്പോൾ നിർത്തുമ്പോഴേ അവിടെ മദ്ദായിരുന്നു വരുള്ളൂ. ബിറബ്ബിന്നാസി മലിക്കിന്നാസി ഇലാഹിന്നാസ്. ഇപ്പൊ നിർത്തിയപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് സാധാ മദ്ദ വന്നിട്ടുള്ളൂ. നിർത്താതെ ഓതിയപ്പോൾ ബിറബ്ബിന്നാസി മലിക്കിന്നാസി അവിടെയൊക്കെ സാധാരണ മദ്ദേ വന്നിട്ടുള്ളൂ.
ഒന്നുകൂടി നീട്ടേണ്ടി വന്നത് അവസാനം നിർത്തുമ്പോഴേ ആ മദ് വരും, മദ് ആരിൽ വരുള്ളൂ. ഇനി അതിന് ശേഷം മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസിൽ ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. നമ്മൾ ഓരോ ആയത്തിന്റെ അവസാനത്ത് നിർത്തി ഓതിയാൽ മതി അല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ഓതുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പ്രത്യേകം ഖുൽ അഊദു അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. മലികിൻ നാസ് അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ ആയത്തിന്റെ അവസാനം മടിച്ചുകൊണ്ട് നീട്ടി എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. വന്നാസ് ഒന്നുകൂടി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس.